ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഡ്രിങ്ക്സ് എൻ്റെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. 3 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കണം. നമ്മുടെ ശരീരരക്ഷയ്ക്കും നമ്മുടെ ശരീരത്തിൻ്റെ വേദനകൾക്കും പേശികളുടെ വേദനയ്ക്കും ജോയിൻറ്റ് പെയിനും കൊളസ്ട്രോളും ഷുഗറും എല്ലാം കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു പാനീയമാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതിൽ 2 ഇൻഗ്രീഡിയൻസ് നമ്മുടെ കിച്ചണിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും. എല്ലാവരും ഇത് തയ്യാറാക്കി കഴിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളൊരു 1/4 കപ്പ് ഉലുവ ഇടുവാണ്. നമുക്ക് ഈ ഉലുവ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. 2-3 വെള്ളത്തിൽ നല്ലപോലെ കഴിയണം കേട്ടോ. നല്ലപോലെ ഞെരടി കഴിയണം, അഴുക്ക് കാണും. 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് ആ ലാസ്റ്റത്തെ ഒഴിച്ച് വയ്ക്കുന്ന വെള്ളം ഉൾപ്പെടെ നമുക്ക് വെച്ചേക്കാം ഇത് കുതിരാൻ. ഇത് 2-3 വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കാം. ഉലുവ നമ്മൾ നല്ലപോലെ 3-4 വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചേക്കാം. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത്, നാളത്തേക്ക് വേണ്ടി. എന്നാൽ ഇത് നല്ലപോലെ കുതിർന്ന് വരത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. നമ്മുടെ ഉലുവ ഏതാണ്ട് ഇവിടെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. നമ്മൾ രാത്രിയിൽ വെള്ളത്തിട്ട് വെച്ചിരുന്നില്ലേ, നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ മുറിഞ്ഞ് വരുന്ന രീതിയിൽ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഉലുവ വേവിക്കാൻ വേണ്ടി ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കുതിർത്ത് വെച്ച ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കാം കേട്ടോ. ഇതൊന്ന് വെന്ത് വരാനും വേണ്ടിയുള്ള വെള്ളം. നല്ലപോലെ കുതിർന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് വരും. നമുക്കിതൊന്ന് അടുപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഉലുവ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഉലുവ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ എടുത്തിട്ടുള്ളത് കരിപ്പോട്ടിയാണ്. 400 ഗ്രാമിൻ്റെ ഒരു കരിപ്പോട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെന്ന് വെച്ചാൽ നല്ലപോലെ ഇടിക്കല്ല് വെച്ചേ അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കല്ല് പോയിരുന്നില്ലേ. നമുക്കിതൊന്ന് പേപ്പറെല്ലാം കളഞ്ഞിട്ട് പെട്ടെന്ന് ഉരുകി വരാൻ വേണ്ടിയാണ്. ശർക്കരയ്ക്ക് വരാൻ കരിപ്പോട്ടി തന്നെ എടുക്കണം, ശർക്കരയൊന്നും എടുക്കരുത്. ഇതൊരു 400 ഗ്രാമുണ്ട്. ഇത് നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഉരുകി വരാൻ വേണ്ടിയാണ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ നുരുക്കിയെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇങ്ങനെയുള്ള നമ്മൾ ഈ കഴിക്കുന്ന കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഈ ആയുർവേദ മരുന്നിനും ഈ പച്ചമരുന്നുകൾ എന്ത് വേണം കഴിച്ചാലും കരിപ്പോട്ടികളെ എടുക്കാവുള്ളൂ. ശർക്കര എടുക്കരുത്, പഞ്ചാര എടുക്കരുത്. നമുക്ക് കരിപ്പോട്ടിയാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കരിപ്പോട്ടി എടുത്തത്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. കരിപ്പോട്ടി ഞാനിവിടെ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. കരിപ്പോട്ടി നല്ലപോലെ തിളച്ച് ഉരുകി വരട്ടെ. ഉലുവ ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നല്ലപോലെ കളറൊക്കെ ഇളകി നല്ലപോലെ ഒന്ന് വേവണം. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് അങ്ങ് വേവും, കുതിർന്ന ഉലുവ ആയതുകൊണ്ട്. നമ്മുടെ ഉലുവ ഇവിടെ വേവാറായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ഉപ്പിടാം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. വേവാകുമ്പോഴത്തേക്ക് ഉപ്പിടാമെന്ന് വിചാരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂണിൽ താഴെ ഉപ്പിട്ട് കൊടുത്താൽ മതിയേ. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. എടുത്തൊരു തേങ്ങയാണ് തിരുമ്മി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പാലെടുക്കാം. പിന്നെ ഒരു തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ അരമുറി തേങ്ങ ആയാലും എടുത്താൽ മതി കേട്ടോ. അരമുറി തേങ്ങയുടെ പാലെടുത്താലും മതി. തേങ്ങാപ്പാൽ നിർബന്ധമാണ്. മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചാണ് ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇവിടെ 2-2.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. നമ്മുടെ ഉലുവ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വയ്ക്കാം. ഉലുവ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ നാറട്ടെ. നമുക്കതിലൊന്ന് വെയിറ്റ് ചെയ്യാം. വേവിച്ച ഉലുവ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ട്രിപ്പായിട്ട് അരച്ചെടുക്കാനേ ഉള്ളേ. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം.
ഉലുവാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളം മൊത്തത്തിൽ ഒഴിച്ചാണ് അരച്ചെടുത്തത്. നല്ല പേസ്റ്റ് പോലെ അരച്ച് വന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കരുത്. നല്ലപോലെ നമുക്ക് അരിഞ്ഞ് വരണം. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനൊരു പാത്രത്തിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ അരച്ചെടുത്ത് മിക്സ് കട്ടയായിട്ട് കിടക്കുമെന്ന് തോന്നണ്ട. ഞാനിപ്പം വേവിക്കാനായിട്ട് കുറച്ച് വെള്ളമല്ലേ വെച്ചുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കുന്നത്. തോനെ വെള്ളം വെച്ച് വേവിച്ചാൽ നല്ല പാല് പോലെ തന്നെ ഇരിക്കും. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നല്ല കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പം കട്ട പോലെ ഇരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുറച്ച് ഉലുവ വേവിച്ച് വെച്ച് വെള്ളം കൂട്ടി വെച്ച് ഉലുവ വേവിച്ചായിരുന്നെങ്കിൽ നല്ലപോലെ അരച്ചെടുക്കുമ്പോൾ നല്ല വെള്ളം പോലെ ഇരുന്നേനെ. ഇതിപ്പം വെള്ളം കുറച്ച് വേവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ടിരുന്നത്. അപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കരിപ്പൊട്ടി ഉരുക്കി വെച്ചതോട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഉലുവാപ്പാലാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ ശരീരരക്ഷയ്ക്ക് വേണ്ടി കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രിങ്ക്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സന്ധിവേദന, നമ്മുടെ ജോയിൻറ്റ് പെയിന്, ശരീരവേദന, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതിനെല്ലാം ഈ ഉലുവാപ്പാൽ നല്ലതാണ്. നമ്മൾ കർക്കിടക മാസത്തിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും ഇത് കുടിക്കണമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നമ്മുടെ ശരീരരക്ഷയ്ക്കുള്ള ഒരു മരുന്നാണ് ഇത്. ഒരുപാടൊന്നും വെള്ളം പോലെ ഇരിക്കുകയും വേണ്ട. നമ്മൾ ഒരുപാടൊന്നും ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ മതി. ഒരുപാട് നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിന് വേണ്ടി കൂടി നടക്കേണ്ടതൊന്നും ആവശ്യമില്ല. തേങ്ങയും ഉലുവയും നമ്മുടെ കിച്ചണിൽ സുപ്രധാനമായിട്ട് കാണുന്ന ഒരു ഐറ്റംസ് ആണ്. ഈ രണ്ടും എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും. പിന്നെ കരിപ്പൊട്ടി നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കണം, അതേ ഉള്ളൂ. പിന്നെ കഴിവതും ഇങ്ങനെയുള്ള സാധനങ്ങൾ തയ്യാറാക്കുമ്പോൾ കരിപ്പൊട്ടി തന്നെ ഉപയോഗിക്കുക. ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരരക്ഷയ്ക്ക് നമ്മൾ എപ്പോഴും കരിപ്പൊട്ടി ആയിരിക്കും നല്ലത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം. ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ മൊത്തം കരിപ്പൊട്ടിയുടെ അത് ഒഴിച്ചില്ല കേട്ടോ. കുറച്ച് ഇനിയും ബാലൻസ് ഇരിപ്പുണ്ട്. ആവശ്യത്തിന് ആവശ്യത്തിന് മതിയല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ബാലൻസ് വെച്ച് അങ്ങനെ നമ്മൾ ഉലുവപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുടിക്കാം. ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. പിന്നെ ഈ കളർ ഇങ്ങനെ ഉലുവാപ്പാലിന് വെള്ള കളറിൽ ഇതിന് നല്ല ഈ കളറൊന്നും ചിന്തിക്കാൻ വേണ്ട. നമ്മൾ കരിപ്പൊട്ടി ഉപയോഗിച്ചുകൊണ്ട് ഈ കളർ വന്നെ. അതേസമയം നമ്മൾ വെള്ള ശർക്കര ആണെങ്കിൽ നല്ല വെള്ള കളർ വന്നെ കേട്ടോ. നമുക്കിനി ഒരു ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട. ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി ഒരു ദിവസം. അങ്ങനെ 3 ദിവസം 3 ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ഇതൊന്നും കുടിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ് ഉലുവ. നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ് ഉലുവ. അതുപോലെ നമ്മുടെ ജോയിന്റ് പെയിൻ എല്ലാം മാറും. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ മാറും. അതുപോലെ തന്നെ സന്ധിവേദന, ശരീരവേദന, നടുവേദന, ഇതിനെല്ലാം നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ യൂസ്ഫുള്ളായ വീഡിയോ എന്ന് തോന്നുമെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. ഇപ്പം ഹൈപ്പ് എന്ന് പറയുന്നത് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക് യു.